ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ സാഹിത്യരൂപം, ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം, ഗ്രന്ഥകാരൻ ആര് എന്നീ ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇന്ന് നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇയ്യോബിൻ്റെ കാലഘട്ടവും ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഘടനയും ഉള്ളടക്കവും ആണ്. ഇയ്യോബ് ജീവിച്ചിരുന്നത് ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഈ പുസ്തകത്തിൽ എവിടെയും യഹൂദന്മാരുടെ ആചാരങ്ങളെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ പൗരോഹിത്യം, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ശബ്ബത്ത് അല്ലെങ്കിൽ മോശ തന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്ന മറ്റേതെങ്കിലും കൽപ്പനകളെക്കുറിച്ചോ സൂചനകളില്ല. ഈ പുസ്തകത്തിൽ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നൽകിയിരിക്കുന്ന സൂചനകൾ, ഇയ്യോബിൻ്റെ മതചിന്തയും ദൈവത്തെക്കുറിച്ചുള്ള അറിവും എല്ലാം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ന്യായപ്രമാണം കിട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത് പോലെ തന്നെയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ സമകാലീന ചരിത്ര സംഭവങ്ങളെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ കാലം നിർണയിക്കുക എളുപ്പമല്ല. എങ്കിലും ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ആരുടെയെങ്കിലും സമകാലീനനായിരുന്നു ഇയ്യോബ് എന്ന് ചിന്തിക്കുവാൻ വക നൽകുന്ന ചില വസ്തുതകൾ പറയുന്നു. ഒന്ന്, ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള സംഭവങ്ങൾക്ക് ശേഷം 140 വർഷം കൂടി ഇയ്യോബ് ജീവിച്ചിരുന്നു. 42 അധ്യായം 16 വാക്യം. അദ്ദേഹത്തിന്റെ ജീവിത ദൈർഘ്യം ഏകദേശം 200 വർഷത്തിനടുത്തായിരിക്കണം. ഇത് അബ്രഹാമിന്റെ കാലത്തെ മനുഷ്യ ആയുസിന്റെ ദൈർഘ്യത്തോട് യോജിച്ചു വരുന്നു. അബ്രഹാം 175 വർഷം ജീവിച്ചിരുന്നു നമുക്കറിയാം. 2, ഇയ്യോബിന്റെ സമ്പത്തുകൾ പൊന്നും വെള്ളിയും ആയിരുന്നില്ല, മറിച്ച് ഗോത്രപിതാക്കന്മാരുടേതുപോലെ കന്നുകാലികളും ഒട്ടകങ്ങളും കഴുതകളും മറ്റുമായിരുന്നു. 3, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ പോലെ ഇയ്യോബും തൻ്റെ തന്നെ കുടുംബത്തിന്റെ പുരോഹിതൻ കൂടിയായിരുന്നു. അദ്ദേഹം സ്വയം യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. 4, ഇസ്രായേലിനെ പറ്റിയോ പുറപ്പാട്, മോശയുടെ ന്യായപ്രമാണം എന്നിവയെ പറ്റിയോ യാതൊരു പരാമർശവും ഗ്രന്ഥത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ആ സംഭവകാലങ്ങൾക്ക് മുമ്പായിരിക്കണം ഇത് എഴുതിയത്. 5, ഇയ്യോബിന്റെ ദാസീദാസന്മാരെ അപഹരിച്ചു കൊണ്ടുപോയ കൽദയർ സ്ഥിരതാമസമില്ലാതെ ചുറ്റി സഞ്ചരിക്കുന്ന ജനവർഗങ്ങൾ ആയിരുന്നിരിക്കണം. നഗരജീവിതം അന്ന് ആരംഭിച്ചിരുന്നില്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇയ്യോബിന്റെ ഒരു കാലഘട്ടത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ഘടനയും ഉള്ളടക്കവും ഒന്ന് നോക്കാം. ഇതിന്റെ ഘടന, പുസ്തകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അധ്യായങ്ങൾ 1ഉം 2ഉം ചേരുന്ന മുഖവുര. 3-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ വരുന്ന 2ാമത്തെ ഭാഗം ഇയ്യോബും സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണം. 3-ാം ഭാഗം 32-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ ഏലീഹൂവിന്റെ പ്രസംഗം. 38-ാം അധ്യായം മുതൽ 42-ാം അധ്യായം 6-ാം വാക്യം വരെ 4-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ഇയ്യോബിനെ അഭിമുഖീകരിക്കുന്നു. 5-ാമത്തെ ഭാഗം ഉപസംഹാരമാണ്. 42-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമുക്കിതിൻ്റെ ഉള്ളടക്കം കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഘടന നമ്മൾ കണ്ടു. പുസ്തകത്തിന് 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ആ 5 ഭാഗങ്ങൾ ഏതൊക്കെ അധ്യായങ്ങളാണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇനിയും അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. ഒന്നാമതായി മുഖവുര. ആദ്യത്തെ 2 അധ്യായങ്ങളിലാണ് മുഖവുര കാണുന്നത്. ഇത് ഗദ്യരൂപത്തിലാണ്. ഇയ്യോബിൻ്റെ പീഡനങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കൂടാതെ ഇയ്യോബിൻ്റെ കുടുംബ പശ്ചാത്തലം, സാത്താൻ്റെ 1ാമത്തെ ആക്രമണം, സാത്താൻ്റെ 2ാമത്തെ ആക്രമണം, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ വരവ്, ഇതാണ് മുഖവുരയിൽ കാണുന്നത്. ഇത് ഗദ്യഭാഗമാണ്. അതിൻ്റെ 2ാം ഭാഗത്തിൽ ഇയ്യോബും സുഹൃത്തുക്കളുമായുള്ള സംവാദങ്ങളാണ്. 3-ാം അധ്യായം മുതൽ 31-ാം അധ്യായം വരെ. ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇയ്യോബിൻ്റെ 1-ാം പ്രഭാഷണം.
എലീഫസിന്റെ പ്രഭാഷണവും ഇയ്യോബിന്റെ മറുപടി, ബിൽദാദിന്റെ പ്രഭാഷണവും ഇയ്യോബിന്റെ മറുപടി, സോഫറിന്റെ പ്രഭാഷണവും ഇയ്യോബിന്റെ മറുപടി, എലീഫസിന്റെ രണ്ടാം പ്രഭാഷണവും മറുപടി, ബിൽദാദിന്റെ പ്രഭാഷണവും ഇയ്യോബിന്റെ പ്രതികരണവും, സോഫറിന്റെ രണ്ടാം പ്രഭാഷണവും ഇയ്യോബിന്റെ മറുപടി, എലീഫസിന്റെ മൂന്നാം പ്രഭാഷണവും ഇയ്യോബിന്റെ മറുപടി, ബിൽദാദിന്റെ പ്രഭാഷണവും മറുപടി. അങ്ങനെ ഇയ്യോബും സ്നേഹിതരും തമ്മിലുള്ള 3 സംഭാഷണ വൃത്തങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മൂന്നാം ഭാഗം 32-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ എലീഹുവിൻ്റെ പ്രസംഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം ഭാഗത്ത് യഹോവ ഇയ്യോബിനെ അഭിമുഖീകരിക്കുന്നു. 38-ാം അധ്യായം മുതൽ 42-ാം അധ്യായം 6-ാം വാക്യം വരെ യഹോവ ഇയ്യോബിന് പ്രത്യുത്തരം നൽകുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിന് പ്രത്യക്ഷപ്പെടുന്നു. ഇയ്യോബ് തൻ്റെ അജ്ഞത സമ്മതിക്കുന്നു, സ്വയം നീതിയെപ്പറ്റി പശ്ചാത്തപിക്കുന്നു. അങ്ങനെ ഇയ്യോബിന് വിടുതൽ ലഭിക്കുന്നു. അവസാന ഭാഗം, അതായത് 5-ാം ഭാഗം ഉപസംഹാരമാണ്. 42-ാം അധ്യായം 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയാണ്. ഇതും ഗദ്യരൂപമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും ഗദ്യരൂപത്തിലും മറ്റു 3 ഭാഗങ്ങൾ പദ്യരൂപത്തിലുമാണ്. ഇനി ഉപസംഹാര ഭാഗത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം? തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിന് നഷ്ടമായതെല്ലാം ഇരട്ടിയായി തിരികെ കിട്ടുന്നു. അപ്പോഴിങ്ങനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഘടന. മുകളിൽ നമ്മൾ ചിന്തിച്ചതൊക്കെ ഇതിൻ്റെ ഉള്ളടക്കമാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ യോബിൻ്റെ പുസ്തകത്തിലെ അധ്യായങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുവാനായി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുന്ന